ഗുഡ് ഈവനിങ് ഡിയർ ആസ്പിറൻസ്. അനന്ത AIS അക്കാഡമിയുടെ ഡെയിലി ന്യൂസ് അനാലിസിസ് സെഷനിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ്. നമുക്ക് സമയം കളയാതെ തന്നെ ഫസ്റ്റ് ആർട്ടിക്കിളിലേക്ക് പോകാം. ഫസ്റ്റ് ഞാൻ ചൂസ് ചെയ്തിരിക്കുന്നത് ഒരു ഓപ്പൺ എഡിറ്റോറിയൽ ആണ് റിലേറ്റഡ് ടു ഇന്ത്യ ഇറാൻ റിലേഷൻസ്. സോ ഇറാന്റെ അംബാസിഡർ ആണ് ഇന്ത്യൻ അംബാസിഡർ ആണ് ഈ ഒരു ഓപ്പൺ എഡിറ്റോറിയൽ എഴുതിയിരിക്കുന്നത്. അദ്ദേഹം പെരിഫറൽ ആയിട്ട് കുറച്ച് കാര്യങ്ങൾ ടച്ച് ചെയ്ത് പോകുന്നേ ഉള്ളൂ ഈ ഒരു എഡിറ്റോറിയലിൽ. നമുക്ക് എന്ത് ചെയ്യണം, നമുക്കൊന്ന് ഡീറ്റെയിൽ ആയിട്ട് നമ്മുടെ 5 ഹെഡ്സ് അനാലിസിസ് വെച്ചിട്ട് നമുക്ക് ഡീറ്റെയിൽ ആയിട്ടൊന്ന് നമ്മളുടെ ഇന്ത്യ ഇറാൻ റിലേഷനെ ഒന്ന് ഡീറ്റെയിൽ ആയിട്ടൊന്ന് നോക്കണം. പക്ഷേ ഇന്ത്യ ഇറാൻ റിലേഷനെ കുറിച്ച് നോക്കുമ്പോൾ ചെറിയ ചില പ്രശ്നങ്ങളുണ്ട്. കാരണം ഇന്ത്യ ഇറാനുമായിട്ട് അത്ര വലിയ എക്കോണമിക് ടൈസ് അല്ലെങ്കിൽ എക്കോണമിക് എക്സ്പോർട്ടുകൾ നടത്തുന്ന ഒരു രാജ്യമല്ല. ദെൻ ഇറാനുമായിട്ട് വലിയ വ്യാപാര കരാറുകളൊന്നും നമുക്കില്ല. ദെൻ ഇൻഫ്രാസ്ട്രക്ചറൽ പ്രൊജക്ടുകളിൽ 1-2 പ്രൊജക്ടുകൾ മാത്രമേ നമുക്ക് പ്രധാനമായിട്ട് പറയാനായിട്ടുള്ളൂ. അതുകൂടാതെ നമ്മളുടെ സ്ട്രാറ്റജിക് റിലേഷനിലേക്ക് വരുമ്പോൾ വലിയ യുദ്ധക്കപ്പലുകളോ യുദ്ധവിമാനങ്ങളോ ഒന്നും വാങ്ങുകയോ വിൽക്കുകയോ ചെയ്യാത്ത ഒരു രാജ്യമാണ് നമ്മളുടെ ഈ ഇറാൻ എന്ന് പറയുന്നത്. പക്ഷേ സ്ട്രാറ്റജിക്കലി ഇറാൻ നമുക്ക് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു രാജ്യം കൂടിയാണ്. അതെങ്ങനെയാണെന്ന് നമുക്കൊന്ന് നോക്കണം. ഓക്കെ, സോ ഫസ്റ്റ് നമുക്ക് ഇറാന്റെ ഒരു മാപ്പ് ഒന്ന് അനലൈസ് ചെയ്യാം. നോക്കി, ഇറാന്റെ മാപ്പ് ഇതില് എവിടം വരെയുള്ള മാപ്പുകളൊക്കെ നമ്മൾ പഠിച്ചു വെച്ചിട്ടുണ്ട്. നമ്മൾ ഇസ്രായേലുമായി ബന്ധപ്പെട്ടിട്ട് ഇവിടെയുള്ള മാപ്പുകൾ നമ്മൾ പഠിച്ചു. ഏതാണ്? ലെബനൻ ഉണ്ട് മുകളിൽ, ദെൻ സിറിയ ഉണ്ട്, ജോർദാൻ ഉണ്ട്, ഇറാഖ് ഉണ്ട്. ഇറാഖിൽ യുദ്ധം നടന്നു ഓർക്കുന്നില്ലേ? അവരുടെ ന്യൂക്ലിയർ പവർ സ്റ്റേഷനുകളെല്ലാം ആക്രമിക്കുകയും ന്യൂക്ലിയർ പവർ ആകാനായിട്ടുള്ള ഒരു ശക്തി ആകാനായിട്ടുള്ളൊരു ഇതിനെ ആരക്രമിച്ചു? ഇസ്രായേൽ ആക്രമിക്കുകയുണ്ടായി. ഓക്കെ, ആ ഒരു കാര്യം ഓർക്കുന്നുണ്ടല്ലോ. അപ്പോ ഈ സൈഡിലുള്ള നമ്മുടെ വേൾഡ് മാപ്പ്, വേൾഡ് ജോഗ്രഫിയിലെ വേൾഡ് മാപ്പ് നമ്മൾ ക്ലിയർ ആക്കി വെച്ചിട്ടുണ്ട്. ദെൻ ഇനി നമുക്ക് ഈ മിഡിൽ ഈസ്റ്റേൺ റീജിയനെ ഇന്ത്യയുമായിട്ട് കണക്ട് ചെയ്യാനായിട്ടുള്ള ഒരു ഇറാന്റെ ചുറ്റുമുള്ള കുറച്ച് കൺട്രീസിനെ കുറിച്ച് നമ്മൾ പഠിക്കുന്നു. ഓക്കെ, സോ ഇറാൻ മാപ്പിൽ നിങ്ങൾ പൊസിഷൻ ചെയ്തല്ലോ. ഈ ഗ്രീൻ പാർട്ടായിട്ടുള്ള ഇറാനെ നമ്മൾ മാപ്പിൽ പൊസിഷൻ ചെയ്തു. ഇറാന്റെ തൊട്ടടുത്തുള്ള കൺട്രി, നമുക്ക് ഇറാൻ എന്ന് പറഞ്ഞു കേൾക്കുമ്പോൾ തന്നെ നമുക്ക് ഓർമ്മ വരുന്ന ഒരു കൺട്രി ഉണ്ട്. ഏതാണ്? ഇറാഖ് എന്ന് പറയുന്ന ഒരു കൺട്രി. ഓക്കെ, സോ ഇറാഖിനെ നമ്മൾ പൊസിഷൻ ചെയ്തു. ദെൻ തൊട്ടടുത്ത് ടർക്കി ഉണ്ട്. ഓക്കെ, തൊട്ടടുത്ത് ടർക്കി ഉണ്ട്. ടർക്കിയിലേക്ക് നമുക്ക് വരാം. നമുക്ക് ഇങ്ങനെ ആന്റി ക്ലോക്ക് വൈസിലായിട്ട് തന്നെ വരാം. നമുക്ക് അടുത്തുനിന്നുള്ളതിൽ നിന്ന് പോവാം. ഓക്കെ, സോ ഇറാന്റെ തൊട്ടടുത്ത് ഇറാഖ് ഉണ്ടെന്ന് നമുക്ക് എന്തായാലും അറിയാം, ഇറാന്റെ തൊട്ടടുത്തായിട്ട്. ദെൻ ഇന്ത്യയുമായിട്ട് കണക്ട് ചെയ്യുമ്പോൾ ഇറാന്റെ തൊട്ടടുത്ത് കിടക്കുന്ന കൺട്രീസ് ഏതാണ്? ഒന്ന്, ഓഫ് കോഴ്സ് പാകിസ്ഥാൻ ഉണ്ട്. ഓഫ് കോഴ്സ് പാകിസ്ഥാൻ ഉണ്ട്. രണ്ടാമത്തത് അഫ്ഗാനിസ്ഥാൻ ഉണ്ട്. എന്തായാലും അഫ്ഗാനിസ്ഥാൻ ഉണ്ടാവുമല്ലോ. ദെൻ ടർക്ക്മെനിസ്ഥാൻ എന്ന് പറയുന്ന കൺട്രി കൂടി ഉണ്ട്. സോ ഏതാണ്? ഇന്ത്യയുടെ ഭാഗത്ത് നോക്കുമ്പോൾ പാകിസ്ഥാൻ, അഫ്ഗാനിസ്ഥാൻ ആൻഡ് ടർക്ക്മെനിസ്ഥാൻ. ദെൻ ഇവിടെ നമ്മൾ കാസ്പിയൻ കടലിടുക്കുകളിലേക്ക് പോവുകയാണ്. അതുകൂടാണ്ട് അസർബൈജാൻ ആൻഡ് അർമേനിയ. ഇടക്കിടക്ക് യുദ്ധങ്ങൾ കാരണം വാർത്തയിൽ വരാറുണ്ട്. ചില അർമേനിയയുടെ, അസർബൈജാന്റെ ചില എൻക്ലേവുകൾ എവിടെയുണ്ട്? അർമേനിയൻ ഭാഗങ്ങളിലുണ്ട്. സോ ഇവർ തമ്മിൽ പരസ്പരം ഇടക്കിടക്ക് യുദ്ധം ചെയ്യുന്നത് വാർത്തയിൽ വരാറുണ്ട്. സോ അസർബൈജാൻ ആൻഡ് അർമേനിയ. ദെൻ ടർക്കി, ദെൻ ഇറാഖ്. ഓക്കെ, സോ ഇപ്പൊ ക്ലിയർ ആയോ? ഒന്ന് മൈൻഡ് മാപ്പിൽ ഒന്ന് സെറ്റ് ചെയ്തേ. ഇറാൻ എന്ന് പറയുന്ന ഒരു കൺട്രി ഇന്ത്യയുമായിട്ട് ഒരു കൺട്രിയുടെ തൊട്ടപ്പുറത്ത് കിടക്കുന്ന, അതായത് പാകിസ്ഥാന്റെ തൊട്ടപ്പുറത്ത് കിടക്കുന്ന കൺട്രിയാണ്. സോ വേൾഡ് മാപ്പിൽ ഞാൻ എന്റെ ഇറാനെ പ്ലേസ് ചെയ്തു. ദെൻ ഇറാന് ചുറ്റുമുള്ള കൺട്രീസിനെ ഞാനൊന്ന് അനലൈസ് ചെയ്യാൻ പോവുകയാണ്. ഏതൊക്കെ കൺട്രീസ് ഉണ്ട്? ഇറാൻ എന്ന് പറയുമ്പോൾ ഫസ്റ്റ് ഓഫ് കോഴ്സ് പാകിസ്ഥാൻ ഉണ്ടാവും. ദെൻ മുകളിൽ ആരുണ്ട്? അഫ്ഗാനിസ്ഥാൻ ഉണ്ട്. ദെൻ അതിന് മുകളിലായിട്ട് ടർക്ക്മെനിസ്ഥാൻ ഉണ്ട്. ടർക്ക്മെനിസ്ഥാൻ എന്ന് പറയുന്ന രാജ്യമുണ്ട്. ദെൻ കാസ്പിയൻ കടലിടുക്കുകളാണ് വരുന്നത്. ദെൻ അതിനുശേഷം തൊട്ടപ്പുറത്ത് ആരുണ്ട്? അർമേനിയ ഉണ്ട്, അസർബൈജാൻ ഉണ്ട്. ദെൻ അതിന്റെ തൊട്ടിപ്പുറത്തായിട്ട്, അതായത് അസർബൈജാന്റെയൊക്കെ താഴെയായിട്ട് ആരുണ്ട്? ടർക്കി കൂടിയുണ്ട്. ദെൻ അത് കൂടാണ്ട് ഏറ്റവും വലിയ കൺട്രി, അല്ലെങ്കിൽ ഏറ്റവും നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കൺട്രി ഉണ്ട്. ഏതാണ്? ഇറാഖ്. ഓക്കെ, സോ ഇസ്രായേലിൽ നിന്ന് നമ്മൾ ഇന്ത്യയിലേക്ക് എങ്ങനെയാണ് മിഡിൽ ഈസ്റ്റ് കണക്ട് ചെയ്യുന്നതെന്ന് പഠിച്ചോ? കരമാർഗമുള്ള മിഡിൽ ഈസ്റ്റ് എങ്ങനെയാണ് കണക്ട് ചെയ്യുന്നതെന്ന് നമ്മളിപ്പോ കറന്റ് അഫയേഴ്സിലൂടെ നമ്മൾ കൃത്യമായിട്ട് പഠിച്ചിരിക്കുകയാണ്. എങ്ങനെയാണ്? അങ്ങനെയാണെങ്കിൽ ഇസ്രായേൽ കണക്ട് ചെയ്യുന്ന രാജ്യങ്ങൾ ഒന്ന് പറഞ്ഞേ. ഇസ്രായേലിന്റെ മുകളിൽ ആരുണ്ട്? ഇസ്രായേലിന് എങ്ങനെയാണ് ഇങ്ങനെ ഒരു ഇത് വരുന്നു? ദെൻ ഇവിടെ എന്താണ്? ഇവിടെ ഗാസ സ്ട്രിപ്പ് ആണ്. കാണാൻ പറ്റുന്നുണ്ടോ എന്നറിയില്ല. ഇവിടെ ഗാസ സ്ട്രിപ്പ് ആണ്. ദെൻ ഗോലൻ ഹൈറ്റ്സ് എവിടെയാണ്? വെസ്റ്റ് ബാങ്ക് എവിടെയാണ്? വെസ്റ്റ് ബാങ്ക് ഇവിടെയാണ്. ഗോലൻ ഹൈറ്റ്സ്
മുകളിലാണ്. മുകളിൽ ഒരു രാജ്യമുണ്ട്, ലെബനൻ. നമ്മൾ കൃത്യമായിട്ട് അന്ന് മാപ്പ് നോക്കി പഠിച്ചിട്ടുണ്ടായിരുന്നു, ലെബനൻ. ദെൻ വേറെ ഏതാണ്? സിറിയയുണ്ട്. ദെൻ ജോർദാൻ. ഏതാണ്? മുകളിൽ ലെബനൻ, ഇവിടെ സിറിയ, ദെൻ ഇവിടെ ജോർദാൻ. ഇതിനിപ്പുറമാണ് ആര് വരുന്നത്? ഇറാഖ് വരുന്നത്. ഓക്കെ, ഇറാഖ് വരുന്നത്. ഇറാഖായിട്ട് ഡയറക്റ്റ് കണക്ഷൻ ഇല്ല ആർക്ക്? നമ്മളുടെ ഇസ്രായേൽ കമ്മ്യൂണിറ്റിക്ക് അല്ലെങ്കിൽ ഇസ്രായേൽ രാഷ്ട്രത്തിന്. എന്നാൽ എന്താണ്, എന്നാൽ ഇറാഖിലേക്ക് യുദ്ധം ചെയ്യുന്നത് എങ്ങനെയാണ്? ജോർദാന്റെ മുകളിൽ കൂടി വിമാനം അയച്ചു കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ഈ ഇറാഖുമായിട്ട് യുദ്ധം ചെയ്യാനായിട്ട് പറ്റുള്ളൂ. സോ മിഡിൽ ഈസ്റ്റ് എന്ന് പറയുന്ന ഒരു ഏരിയാസ്, അല്ലെങ്കിൽ നമ്മളുടെ പേർഷ്യൻ ടെറിറ്ററി ആയിരുന്ന ഏരിയാസിനെ നമ്മളുടെ ജോഗ്രഫിയിലൂടെ, കറണ്ട് അഫയേഴ്സിലൂടെ നമ്മൾ പഠിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. ഓക്കെ, സോ ഇനി ഇത് ഇടക്കിടക്ക് ഓർക്കുക, ഇടക്കിടക്ക് മറന്നുപോകും. ലെബനൻ ആണോ അല്ലെങ്കിൽ സിറിയ ആണോ എന്നൊക്കെ ഉള്ളത് നമുക്ക് ചില സംശയങ്ങൾ വരും. അപ്പോൾ അത് ഇടക്കിടക്ക് നിങ്ങൾ ഓർക്കണം, ഇടക്കിടക്ക് പഠിക്കണം. ഓക്കെ, ദെൻ ഇറാൻ ഇന്ത്യ റിലേഷനുമായിട്ട് വരുമ്പോൾ നമുക്ക് ഫസ്റ്റ് പറയേണ്ട കാര്യം എന്താണ്? പൊളിറ്റിക്കൽ റിലേഷൻ ആണ്. 1950 കാലഘട്ടങ്ങളിലൊക്കെ മുതലാണ് ഇന്ത്യയും ഇറാനുമായിട്ടുള്ള ബന്ധങ്ങൾ ആരംഭിക്കുന്നത്. ദെൻ അത്ര വലിയ ബന്ധങ്ങളിലേക്കൊന്നും പോകാനായിട്ട് നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു. കാരണം ഇറാൻ ഇറാഖ് യുദ്ധങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ദെൻ അതുകൂടാണ്ട് അത്ര വലിയ ട്രേഡിംഗ് പാർട്ണർ ഒന്നും അല്ല. പ്രത്യേകിച്ച് പല കാരണങ്ങളുണ്ട്. ഇറാഖ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പെർട്ടിക്കുലർലി മുസ്ലിം കമ്മ്യൂണിറ്റിയാണ്, കുറച്ച് ഓർത്തഡോക്സ് ആയിട്ടുള്ള ആളുകളാണ് അവിടെ ഉള്ളത്. ദെൻ വലിയ ട്രേഡുകൾ ഇന്ത്യയുമായിട്ട് നടത്തുന്ന ഒരു രീതിയിലേക്കൊന്നും ഇറാൻ വളർന്നിട്ടില്ല. ഓക്കെ, സോ ആ ഒരു പ്രോബ്ലം അവിടെ കിടക്കുന്നുണ്ട്. ദെൻ പൊളിറ്റിക്കൽ റിലേഷനിൽ നമുക്ക് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് പറയാൻ പറ്റുന്നത് നോൺ അലൈൻമെന്റ് മൂവ്മെന്റുകളിൽ ഉള്ള പ്രാതിനിധ്യമാണ്. ദെൻ അതുകൂടാണ്ട് കറന്റ്ലി നമ്മൾ ബ്രിക്സിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട്? ഇറാനെ ആഡ് ചെയ്തിട്ടുണ്ട്. ഇറാൻ, എത്യോപ്യ, UAE, പിന്നെ വേറെ ഏതാണ്? ഈജിപ്ത്. അങ്ങനെ ഒരു 5-6 നേഷനെ പിടിച്ചിട്ട് നമ്മൾ എന്തിലേക്ക് ആഡ് ചെയ്തു? നമ്മൾ ബ്രിക്സിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട്. ഓർക്കുന്നുണ്ടോ ബ്രിക്സ്? സോ ബ്രിക്സിലേക്ക് ഇറാന്റെ പാർട്ടിസിപ്പേഷൻ ഒരു പൊളിറ്റിക്കൽ റിലേഷനുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു കാര്യമാണ്. ദെൻ എക്കോണമിക് റിലേഷനിലേക്ക് നമുക്ക് പോവുകയാണെങ്കിൽ, എക്കോണമിക് റിലേഷനിൽ അത്ര ഗംഭീരമായിട്ട് ട്രേഡുകളൊന്നും നടത്തുന്നില്ല. പ്രധാന കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ USA ഇറാന് സാങ്ഷൻ അടിച്ചു കൊടുത്തിരിക്കുകയാണ്. അതായത് ഇറാന്റെ ഒരു ഇൻഡിപെൻഡന്റ് ന്യൂക്ലിയർ പവർ ആവുക എന്നുള്ള ഒരു ലക്ഷ്യത്തിന് പലപ്പോഴും ന്യൂക്ലിയർ ടെസ്റ്റുകൾ ഇറാൻ സംഘടിപ്പിക്കാറുണ്ട്. സോ ഇതുമായി ബന്ധപ്പെട്ടിട്ട് പല സാങ്ഷനുകളും USA അടിച്ചു കൊടുത്തിരിക്കുകയാണ്. സോ ഇറാനുമായിട്ട് ട്രേഡ് ചെയ്യുന്ന മറ്റ് കൺട്രീസിന് ഇത് ബാധിക്കുന്നുള്ളത് കൊണ്ട് നമ്മൾ വലുതായിട്ട് ഇറാനുമായിട്ട് കണക്ഷൻസ് പോകാറുണ്ടായിരുന്നില്ല ഹിസ്റ്റോറിക്കലി. 2000 മുതൽ അങ്ങനെ ഒരു ട്രെൻഡ് നമ്മൾ കാണുന്നുണ്ട്. ദെൻ വെറും 2.3 ബില്യൺ ഡോളറുടെ ട്രേഡ് മാത്രമേ നമ്മൾ ഇറാനും ഇന്ത്യയുമായിട്ട് നടക്കുന്നുള്ളൂ. ചൈന വെച്ച് കമ്പയർ ചെയ്തേ 85.5 ബില്യൺ ട്രേഡ് ഡെഫിസിറ്റ് മാത്രം നമുക്ക് ആരായിട്ടുണ്ട്? നമുക്ക് ചൈനയുമായിട്ടുണ്ട്. UK-യുമായിട്ടൊന്ന് ആലോചിച്ച് നോക്കി. UK നമ്മളുടെ ഫ്രീ ട്രേഡ് എഗ്രിമെന്റ്, കോംപ്രഹെൻസീവ് എക്കോണമിക് ട്രേഡ് എഗ്രിമെന്റ് നടത്തി എത്രയാണെന്ന് നമുക്ക് എക്സ്പെക്ട് ചെയ്തത്? ഒരു 30 ബില്യന്റെ ഒരു ട്രേഡുകളാണ് നമ്മൾ 30 ബില്യൺ ഡോളറുടെ ട്രേഡുകളാണ് നമ്മൾ എന്ത് ചെയ്തേ? യുകെയുമായിട്ട് നമ്മൾ നടത്തി കൊണ്ടുപോകുന്നിരുന്നത്. ഓക്കെ, സോ അത് വെച്ചൊക്കെ നോക്കുമ്പോൾ വളരെ ചെറിയ ഒരു എക്കോണമിക് റിലേഷൻ മാത്രമേ ഇറാനുമായിട്ട് നമുക്കുള്ളൂ. ദെൻ സ്ട്രാറ്റജിക് ആൻഡ് ഡിഫൻസ് പാർട്ട്ണർഷിപ്പ്. മൂന്നാമത്തെ കാര്യം സ്ട്രാറ്റജിക് ഡിഫൻസ് പാർട്ട്ണർഷിപ്പ്. ഡിഫൻസ് പാർട്ട്ണർഷിപ്പിൽ എന്ന് പറയാനായിട്ട് നമ്മൾ വലിയ യുദ്ധവിമാനങ്ങൾ വാങ്ങുകയോ കൊടുക്കുകയോ അല്ലെങ്കിൽ യുദ്ധ അഭ്യാസങ്ങൾ നടത്തുകയോ ഒന്നും വലുതായിട്ടൊന്നും ചെയ്യുന്നില്ല. കാരണം എന്താണ്? അതൊരു ഓർത്തഡോക്സ് കൺട്രിയാണ്. ദെൻ അതുകൂടാണ്ട് പല സാങ്ഷനുകളും ഇവർക്ക് അടിച്ചു കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ദെൻ വേറെ എന്താണ്? കൾച്ചറൽ ടൈസ്. നാലാമത്തെ കാര്യം കൾച്ചറൽ റിലേഷൻ എന്ന് പറയുമ്പോൾ ഇന്ത്യൻ മുസ്ലിംസും ഈ പേർഷ്യൻസ് എന്ന് പറയുന്ന ഏരിയ ആണല്ലോ ഇത്. സോ നമ്മളുടെ ഇന്ത്യൻ മുസ്ലിംസും ഈ ഇറാഖിലുള്ള പഴയ ആളുകളുമായിട്ട് വളരെ കൾച്ചറൽ ടൈസ് ഉണ്ട്. സൂഫിസം ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് പറയുന്ന ഒരു കാര്യം സൂഫിസം ആണ്. ദെൻ പേർഷ്യൻ പോയറ്റുകളുടെ ഇന്ത്യൻ ഇൻഫ്ലുവൻസ്, പെർട്ടിക്കുലർലി നമ്മളുടെ എവിടെയാണ്? മുഗൾ പീരീഡ് കാലഘട്ടങ്ങളിലാണെങ്കിലും അല്ലെങ്കിൽ 12-ാം നൂറ്റാണ്ട് മുതൽ ഇങ്ങോട്ട് ഈ ഇറാൻ കവികൾ അല്ലെങ്കിൽ പേർഷ്യൻ പോയറ്റുകളുടെയും പേർഷ്യൻ ട്രാവലറുകളുടെയും ഇൻഫ്ലുവൻസ് ഇന്ത്യയിൽ വന്നിട്ടുണ്ട്. അതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് നമുക്ക് പറയാൻ പറ്റുന്ന കാര്യം, ഏറ്റവും പ്രൊമിനന്റ് ആയിട്ട് നിൽക്കുന്ന ഒരു കാര്യം സൂഫിസമാണ്. ഓക്കെ, സോ മിസ്റ്റിസിറ്റി ഓഫ് ലൈഫ്, അല്ലെങ്കിൽ ഈ ഒരു ആർട്ടിക്കിളിൽ തന്നെ അദ്ദേഹം തുടക്കത്തിൽ എഴുതിയിട്ടുണ്ട്. ഞാൻ വിചാരിച്ചു എന്തുകൊണ്ടാണ് അദ്ദേഹം ഇങ്ങനെ എഴുതുന്നതെന്ന്.
പക്ഷെ റിസർച്ച് ചെയ്ത് പോയി കഴിഞ്ഞപ്പോഴാണ് ഈ ഒരു സൂഫിസത്തിന്റെയും ബാക്കി എല്ലാ കാര്യങ്ങളുടെയും ഒക്കെ ഒരു കൾച്ചറൽ ടൈസ് ഇന്ത്യയുമായിട്ടുള്ളത് എനിക്ക് മനസ്സിലായത്. ഓക്കെ, സോ കൾച്ചറൽ റിലേഷൻസ് ഇമ്പോർട്ടന്റ് ആയിട്ട് പറയുന്നത് പേർഷ്യൻ ഇന്ത്യ റിലേഷൻസ് ആണ്. ലാർജസ്റ്റ് സിവിലൈസേഷനുകൾ രണ്ട് തമ്മിൽ കണക്ട് ചെയ്യുന്ന രണ്ട് ഇമ്പോർട്ടന്റ് പാർട്ടുകളാണ്. ദെൻ സ്ട്രാറ്റജിക് റിലേഷൻ കഴിഞ്ഞു. ഇൻവെസ്റ്റ്മെന്റ് അല്ലെങ്കിൽ ഇൻവെസ്റ്റ്മെന്റ് എനർജി സെക്ടർ. ഇവിടെ എനർജി സെക്ടർ ഒന്നും അത്ര വലുതായിട്ട് പറയാനില്ല, അല്ലെങ്കിൽ റിന്യൂവബിൾ എനർജീസ് ഒന്നുമില്ല. പകരം നമുക്ക് ഇൻവെസ്റ്റ്മെന്റുകളിൽ രണ്ട് കാര്യങ്ങൾ പറയാനായിട്ടുണ്ട്. എന്താണ് ഇൻവെസ്റ്റ്മെന്റുകളിൽ രണ്ട് കാര്യം? ഇൻവെസ്റ്റ്മെന്റുകളിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ചബഹർ പോർട്ടാണ്. ചബഹർ പോർട്ട് ഏതാണ്? ചബഹർ പോർട്ട് ഇന്ത്യസ് ഗേറ്റ് വേ ടു സെൻട്രൽ ഏഷ്യ. അതായത് നമ്മളുടെ ഈ സ്ട്രിങ് ഓഫ് പേൾസ് പോളിസി പഠിച്ചല്ലോ, നമ്മളുടെ ചൈനയുടെ ബെൽറ്റ് റോഡ് ഇനീഷ്യേറ്റീവ് പഠിച്ചല്ലോ. ബെൽറ്റ് റോഡ് ഇനീഷ്യേറ്റീവിന്റെ ഭാഗമായിട്ട് പാകിസ്ഥാനിൽ ചൈന നിർമ്മിക്കുന്ന പോർട്ടിന്റെ പേരെന്താണ്? ഗദ്വാർ പോർട്ട്. ഓർക്കുന്നുണ്ടോ? ഗദ്വാർ പോർട്ടാണ് ചൈന പാകിസ്ഥാനിൽ നിർമ്മിക്കുന്ന പോർട്ട്. അതിന് സമാനമായിട്ടുള്ള രീതിയിൽ ഇന്ത്യ ഇറാനിൽ നിർമ്മിക്കുന്ന ഒരു പോർട്ടാണ്, അല്ലെങ്കിൽ ഇന്ത്യ ഇറാനിൽ നിർമ്മിക്കുന്ന പോർട്ടാണ്. ഇപ്പോഴത്തെ മാപ്പിൽ കുറച്ചും കൂടി ക്ലിയർ ആവും. ഇറാനിൽ നിർമ്മിക്കുന്ന പോർട്ടാണ് ഈ ചബഹർ പോർട്ട് എന്ന് പറയുന്നത്. മനസ്സിലായോ? സോ ചൈനയെ കൗണ്ടർ ചെയ്തുകൊണ്ട് നമുക്ക് അഫ്ഗാനിസ്ഥാനിലേക്കും അതുവഴി റഷ്യയിലേക്ക് വരെ നമുക്ക് ഓപ്പണിങ്സ് കിട്ടുന്ന ഒരു ഇമ്പോർട്ടന്റ് പോർട്ടാണ് ഈ ചബഹർ പോർട്ട് എന്ന് പറയുന്നത്. ഓക്കെ, സോ നിങ്ങൾ എന്ത് മറന്നു കഴിഞ്ഞാലും ചബഹർ പോർട്ടിന്റെ കാര്യം ഇറാൻ റിലേഷനിൽ ഒരിക്കലും മറക്കരുത്. കഴിഞ്ഞ 2 വർഷങ്ങളിലാണ് ഈ ചബഹർ പോർട്ട് നമ്മൾ എന്ത് ചെയ്തത്? ഇനാഗ്രേറ്റ് ചെയ്യുകയും അതിന്റെ പ്രവർത്തനങ്ങൾ നമ്മൾ വിലയിരുത്തുകയൊക്കെ ചെയ്തത്. ഓക്കെ, സോ 2001 കാലഘട്ടങ്ങളിൽ മുതൽ നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്യാനായിട്ട് ഉദ്ദേശിച്ചുകൊണ്ട് നമ്മൾ നിലവിലുള്ള ഒരു പോർട്ടാണ് ഈ ചബഹർ പോർട്ട് എന്ന് പറയുന്നത്. എന്താണ് ഈ ചബഹർ പോർട്ടിന്റെ ലക്ഷ്യം? നോക്കി, ചബഹർ പോർട്ടിന്റെ ലക്ഷ്യം. ചബഹർ പോർട്ട് ഇറാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് ഇറാൻ, ഇതാണ് ഇന്ത്യ. ഈ വൈറ്റ് കളർ കാണുന്നതാണ് വാട്ടർ ആണ്, അതായത് ഓഷ്യൻ ആണ്, അറേബ്യൻ സീ ആണ് ഈ വൈറ്റ് കളർ കാണുന്നത്. തെറ്റിദ്ധരിക്കരുത്, കരഭാഗമാണെന്ന് നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്. ഓക്കെ, സോ ഇന്ത്യയിലെ ഒരു പോർട്ടിൽ നിന്ന് അഫ്ഗാനിസ്ഥാനിലേക്ക് എന്തെങ്കിലും ഒരു സാധനം നമുക്ക് എത്തിക്കണം. ഓക്കെ, അഫ്ഗാനിസ്ഥാനിലേക്ക് നമുക്ക് ഒരു സാധനം എത്തിക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? നമുക്ക് അഫ്ഗാനിസ്ഥാനിലേക്ക് കരമാർഗം അപ്രോച്ച് ചെയ്യാനായിട്ട് പറ്റത്തില്ല. കാരണം എന്താ? ഇത് പാക് ഒക്യുപ്പൈഡ് കാശ്മീരാണ്, അല്ലേ? സോ അവിടെ ഹൈ സെക്യൂരിറ്റി ഉള്ള ഏരിയ ആണ്, നമുക്ക് ഫ്രീ ട്രാവൽ അവിടെ സംഭവിക്കില്ല. സോ നമ്മളുടെ ചരക്കുകൾ അഫ്ഗാനിസ്ഥാനിലേക്കും അതുവഴി കരമാർഗം എങ്ങടേക്ക് പോകണം? റഷ്യയിലേക്കും പോകാനായിട്ടുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ഈ ചബഹർ പോർട്ട് തുറന്നിടുകയാണ്. ഓക്കെ, ഈ ചബഹർ പോർട്ട് തുറന്നിടുകയാണ്. സോ കണ്ട്ല പോർട്ടിൽ നിന്ന്, നമ്മളുടെ അദാനി പ്രവർത്തിപ്പിക്കുന്ന കണ്ട്ല പോർട്ടിൽ നിന്ന് വളരെ അടുത്ത് കിടക്കുന്ന ഒരു പോർട്ടാണ് എന്ത്? ഈ ചബഹർ പോർട്ട് എന്ന് പറയുന്നത്. സോ ഇന്ത്യ ഇറാനിൽ നിർമ്മിക്കുന്ന ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഈ ചബഹർ പോർട്ട്. ദെൻ ഈ സ്ട്രെയിറ്റ് നിങ്ങൾ ഓർക്കുന്നുണ്ടോ? ഈ ഒരു കടലിടുക്ക് ഞാൻ മുന്നേ പറഞ്ഞിട്ടുണ്ട്. ഒമാൻ തീരത്തുള്ള ഇറാനുമായിട്ടും ഒമാന്റെയും ഇടയിലുള്ള കടലിടുക്കിനെ നമ്മൾ ഒരു പേര് വിളിക്കും. എന്താണ് ആ പേര്? ഓർക്കുന്നുണ്ടോ? സ്ട്രെയിറ്റ് ഓഫ് ഹോർമൂസ്. സ്ട്രെയിറ്റ് ഓഫ് ഹോർമൂസ്. ഒമാൻ ആണെന്ന് കൺട്രോൾ ചെയ്യുന്നത്. ഒമാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഈ കാണുന്ന ഒമാൻ മാത്രമല്ല, ഇവിടെ ഈ യെല്ലോ കളർ ഗ്രീൻ കളർ കണ്ടോ? ഗ്രീൻ അല്ല, അതും മറ്റേ ബ്ലൂ കളർ തന്നെയാണ്. സോ ഒമാൻ ഇത് ഹോൾഡ് ചെയ്യുന്നുണ്ട്. ഇവിടെ ഈ ടിപ്പിലുള്ള കുറച്ച് ലാൻഡ് ഒമാന്റെ പാർട്ട് തന്നെയാണ്. സോ അതുകൊണ്ട് ഒമാനും ഇറാനും ഇടയിലുള്ള പോർട്ടാണ് എന്ത്? പോർട്ടല്ല, സ്ട്രെയിറ്റ് ആണ് നമ്മളുടെ സ്ട്രെയിറ്റ് ഓഫ് ഹോർമൂസ് എന്ന് പറയുന്നത്. സോ ഇന്ത്യക്ക് ഈ സ്ട്രെയിറ്റ് ഓഫ് ഹോർമൂസിലേക്ക് ഒരു ഡയറക്റ്റ് ആക്സസ് കിട്ടുകയാണ്. വിച്ച് മീൻസ് മിഡിൽ ഈസ്റ്റ് റീജിയണിലേക്ക്, നമ്മുടെ UAE അങ്ങനെയുള്ള രാജ്യങ്ങളിലേക്കും ദെൻ യൂറോപ്പിലേക്ക് വേണമെങ്കിൽ അതുവഴി പോകാലോ. സോ അങ്ങനെ ഒരു സ്ഥലത്തേക്ക്, ഒരു സ്ട്രാറ്റജിക് പോയിന്റിലേക്ക് നമുക്ക് ഒരു ഡയറക്റ്റ് ആക്സസ് കിട്ടുകയാണ്. ആര് വഴി? നമ്മളുടെ ചബഹർ പോർട്ട് വഴി. അതാണ് ഇതിന്റെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം. ഓക്കെ, സോ ഇൻവെസ്റ്റ്മെന്റുകളിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് നമ്മൾ പഠിച്ചതാണ് ചബഹർ പോർട്ടാണ്. സ്ട്രാറ്റജിക് ലൊക്കേഷൻ ആണ്, ജിയോഗ്രഫിക് പൊസിഷൻ ആണ് ഇതിന്റെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം. ദെൻ എന്താണ്? ദെൻ നമ്മളുടെ ഒരു ലക്ഷ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ലക്ഷ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അഫ്ഗാനിസ്ഥാനിലേക്കും ദെൻ അതുവഴി റഷ്യയിലേക്കും നമുക്ക് സാധനങ്ങൾ കയറ്റുമതി ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കണം. ഇതാണ് നമ്മുടെ ലക്ഷ്യം.
സോ 2001 ഇങ്ങനെ ഒരു പ്രൊജക്ട് വേണം എന്നൊരു തീരുമാനമൊക്കെ ഉണ്ടാകുന്നത്. പക്ഷേ ഇത് പ്രൊമനന്റ് ആയിട്ട് മുന്നോട്ട് പോകുന്നത് മോദി ഗവൺമെന്റിന്റെ കാലഘട്ടങ്ങളിലാണ്. പക്ഷേ അതിനിടയിൽ പല പ്രശ്നങ്ങളും വന്നു. അഫ്ഗാനിസ്ഥാനില് എന്താ സംഭവിച്ചത്? പണി നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് അഫ്ഗാനിസ്ഥാനിൽ താലിബാൻ എൻറ്റർ ചെയ്തു. താലിബാൻ ഒരു മുസ്ലിം രാഷ്ട്രമാണല്ലോ, അല്ലെങ്കിൽ അഫ്ഗാനിസ്ഥാൻ ഒരു മുസ്ലിം രാഷ്ട്രമാണല്ലോ. ഓഫ് കോഴ്സ് ഇറാൻ താലിബാനെ സപ്പോർട്ട് ചെയ്യും, അല്ലെ? ഇറാൻ താലിബാനെ സപ്പോർട്ട് ചെയ്യും. പക്ഷേ താലിബാൻ ഒരു ടെററിസ്റ്റ് ഗ്രൂപ്പ് ആയതുകൊണ്ട് ഇന്ത്യ ആദ്യകാലങ്ങളിൽ ഡിപ്ലോമാറ്റിക് ടൈസ് ഒന്ന് പിടിച്ചു വെച്ചിരിക്കുകയായിരുന്നു. നമ്മൾ മുന്നേ ഒരു വാർത്ത ചെയ്തിട്ടുണ്ട്. റഷ്യ എവിടെ ഇത് സ്റ്റാർട്ട് ചെയ്തു? താലിബാനിൽ, അല്ലെങ്കിൽ റഷ്യ അഫ്ഗാനിസ്ഥാനിൽ നമ്മളുടെ ഓഫീസ് തുറന്നിട്ടുണ്ട്. നമ്മളുടെ അംബാസിഡറിന്റെ ഓഫീസ് അവിടെ തുറന്നിട്ടുണ്ട്, കൗൺസിലേറ്റ് തുറന്നിട്ടുണ്ട്. ഓക്കെ, സോ എല്ലാവരും ഇപ്പോൾ താലിബാനുമായിട്ട് കമ്മ്യൂണിക്കേഷനുകൾ മുന്നോട്ട് പോകുന്നുണ്ട്. പക്ഷെ ആദ്യകാലത്ത് ഇതൊരു ഹ്യൂജ് പ്രോബ്ലം ആയിരുന്നു. അപ്പോൾ ഇന്ത്യയും ഇറാനും തമ്മിലുള്ള ഒരു പ്രശ്നം, അല്ലെങ്കിൽ ഇന്ത്യയും ഇറാനും തമ്മിലുള്ള ഒരു പ്രോബ്ലം, ചില ഉരസലുകൾ ക്രിയേറ്റ് ചെയ്യാനായിട്ട് ഈ ഒരു പ്രശ്നം കാരണമായി. ദെൻ ആർട്ടിക്കിൾ 370 അബ്രോഗേഷൻ. എന്താ ആർട്ടിക്കിൾ 370 അബ്രോഗേഷൻ ചെയ്തു കഴിഞ്ഞപ്പോൾ? അതായത് നമ്മളുടെ കാശ്മീരിന്റെ പ്രത്യേക പദവി എടുത്തു കളഞ്ഞു. അത് പാകിസ്ഥാൻ ഒരു മുസ്ലിം രാഷ്ട്രമാണല്ലോ, അതെ. സോ ആ ഒരു കാര്യത്തെയും ആര് ക്രിട്ടിസൈസ് ചെയ്തു? നമ്മളുടെ ഇറാൻ ക്രിട്ടിസൈസ് ചെയ്തു. അതും നമ്മളുടെ ബന്ധങ്ങളിലെ ഒരു ഉരസൽ വരുത്തുന്നതിന് അതും കാരണമായിട്ടുണ്ട്. സോ ആ കാരണങ്ങളെ കൊണ്ടൊക്കെ തന്നെ നമ്മളുടെ ഈ ചബഹാർ പോർട്ടിന്റെ പ്രവർത്തനങ്ങൾ ചില മന്ദഗതിയിലായിരുന്നു പോയിക്കൊണ്ടിരുന്നത്. ദെൻ 2023 കാലഘട്ടങ്ങളായപ്പോഴേക്കും, 22-23 കാലഘട്ടങ്ങളായപ്പോഴേക്കും അത് പ്രവർത്തനക്ഷമമാക്കാനായിട്ട് നമുക്ക് സാധിച്ചിട്ടുണ്ട്. ഓക്കെ, സോ അതാണ് ഇവിടെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് പറയാനായിട്ടുള്ള ഒരു കാര്യം, ചബഹാർ പോർട്ടിന്റെ കാര്യമാണ്. സോ നമ്മൾ 5 ഹെഡ്സിൽ ഇതിനെ അനലൈസ് ചെയ്തു. 5 ഹെഡ്സിൽ അനലൈസ് ചെയ്യാനായിട്ട് പല പരിമിതികളും ഉണ്ട്. കാരണം വലിയ റിലേഷനുകളായിട്ട് നമുക്ക് ഇറാനുമായിട്ട് ഇല്ല. പക്ഷേ ഇറാൻ നമുക്ക് ഒരു ഇമ്പോർട്ടന്റ് പാർട്ട്ണറാണ്. കാരണം എന്താണ്? ഇപ്പോ ഇറാനെയും നമ്മൾ എതിർത്ത് കഴിഞ്ഞാൽ, അതായത് പാകിസ്ഥാൻ നമുക്ക് ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന രാജ്യമാണ്. അഫ്ഗാനിസ്ഥാനിലേക്ക് ഡയറക്റ്റ് ആക്സസ് ഇല്ല. കാരണം എന്താണ്? താലിബാനാണ് അവിടെ ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇറാനെയും നമ്മൾ എതിർത്തുകൊണ്ടിരുന്നാൽ, ഇപ്പോ ഇറാൻ ഈ പറയുന്ന കാര്യങ്ങളിലെല്ലാം നമ്മൾ എതിർത്തുകൊണ്ടിരുന്നെങ്കിൽ എന്ത് സംഭവിക്കും? നമുക്ക് ഈ ഒരു ഏരിയയിലേക്കുള്ള ഒരു ആക്സസ് പോയിക്കൊണ്ടിരിക്കുകയാണ്. മനസ്സിലായോ? സോ ഈ ഒരു ഏരിയയിലേക്കുള്ള ഒരു ആക്സസ് നമുക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. സോ ആ ഒരു ആക്സസിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇറാനെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കളുള്ള ഒരാളായിട്ട് നമ്മൾ കാണാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. നമുക്ക് എക്കോണമിക്കിൽ നോക്കുകയാണെങ്കിൽ വലിയ ലാഭമൊന്നും ഈ ഒരു പ്രവൃത്തി കൊണ്ട് നമുക്ക് കിട്ടുന്നില്ല. പക്ഷേ നമ്മൾ ഇവർക്ക് വേണ്ടിയിട്ട് നമ്മളുടെ ഈ സെൻട്രൽ ഇന്ത്യ, അല്ലെങ്കിൽ സെൻട്രൽ ഏഷ്യയുമായിട്ടുള്ള ഒരു കണക്ഷന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. സോ ഇത് ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലായല്ലോ? ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ നമുക്ക് രണ്ടാമത്തെ ആർട്ടിക്കിളിലേക്ക് പോകണം. രണ്ടാമത്തെ ആർട്ടിക്കിൾ ഈസ് റിലേറ്റഡ് ടു ആധാർ. അക്സെപ്റ്റ് ആധാർ ആസ് ഐഡന്റിറ്റി പ്രൂഫ്. SC ഓർഡേഴ്സ് പോൾ പാനൽ. നമ്മളുടെ ഇലക്ഷൻ കമ്മീഷനുമായി ബന്ധപ്പെട്ടിട്ട് ആധാർ റിലേറ്റഡ് ആയിട്ടുള്ള ID പ്രൂഫ് അക്സെപ്റ്റ് ചെയ്യാം എന്നുള്ളൊരു ഡയറക്ഷൻ ആര് വെച്ചു? സുപ്രീം കോടതി വെച്ചിട്ടുണ്ടായിരുന്നു. മുന്നേയും വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി ആര് അക്സെപ്റ്റ് ചെയ്യണം? അക്സെപ്റ്റ് ചെയ്യണേയല്ല, ഇലക്ഷൻ കമ്മീഷൻ അത് നിലവിൽ വരുത്തണം. ഓക്കെ, സോ ഈ അവസരത്തിൽ ഞാൻ ആധാറിനെ കുറിച്ചൊരു ഡിസ്കഷനാണ് ഇവിടെ ആഗ്രഹിക്കുന്നത്. ഓക്കെ, സോ ആധാർ എന്താണ്? ദെൻ യുണീക്ക് ഐഡന്റിഫിക്കേഷൻ അതോറിറ്റി ഓഫ് ഇന്ത്യ എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ ഞാൻ ഡിസ്കസ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, സോ ആധാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം എന്താണ്. അതൊരു ഐഡന്റിറ്റി, എന്തിനുള്ള ഇതാണ്? നമ്മളുടെ ഐഡന്റിറ്റി തെളിയിക്കുന്നതിന് വേണ്ടിയിട്ട്, സിറ്റിസൺഷിപ്പ് തെളിയിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഇതാണോ? അല്ല. ആധാർ ഒരു സിറ്റിസൺഷിപ്പിന്റെ ഒരു പ്രൂഫ് അല്ല. നിങ്ങൾ ഇന്ത്യയുടെ പൗരനാണ്, ആധാർ കാർഡിൽ തന്നെ എഴുതി വെച്ചിട്ടുണ്ട്. ആധാർ എന്ന് പറയുന്നത് സിറ്റിസൺഷിപ്പിന്റെ ഒരു പ്രൂഫ് അല്ല. നിങ്ങളുടെ ഐഡന്റിറ്റി തെളിയിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു 12 അക്ക ID കാർഡാണ് ആധാർ എന്ന് പറയുന്നത്. ആരാണ് ഇഷ്യൂ ചെയ്യുന്നത്? ഇഷ്യൂഡ് ബൈ യുണീക്ക് ഐഡന്റിഫിക്കേഷൻ അതോറിറ്റി ഓഫ് ഇന്ത്യ. സോ ഒരു 12 ഡിജിറ്റ് ID കാർഡാണ്, നമുക്ക് എല്ലാവർക്കും അറിയാം. ദെൻ പ്രൂഫ് ഓഫ് സിറ്റിസൺഷിപ്പ് അല്ല, പ്രൂഫ് ഓഫ് ഐഡന്റിറ്റി മാത്രമാണ്. ദെൻ എന്താണ്? ആരാണ് ഇഷ്യൂ ചെയ്യുന്നത്? യുണീക്ക് ഐഡന്റിഫിക്കേഷൻ അതോറിറ്റി ഓഫ് ഇന്ത്യ. അങ്ങനെയാണെങ്കിൽ പലരും തെറ്റിക്കുന്ന ഒരു ചോദ്യമുണ്ട്. യുണീക്ക് ഐഡന്റിഫിക്കേഷൻ അതോറിറ്റി ഓഫ് ഇന്ത്യ എസ്റ്റാബ്ലിഷ് ചെയ്തിരിക്കുന്നത് എന്നാണ്? യുണീക്ക് ഐഡന്റിഫിക്കേഷൻ അതോറിറ്റി ഓഫ് ഇന്ത്യ എസ്റ്റാബ്ലിഷ് ചെയ്തിരിക്കുന്നത് നമ്മൾ
ചിന്തിച്ചു പോകുമ്പോൾ 2016 തുടങ്ങിയാണ് നമ്മളുടെ ഈ യുണീക്ക് ഐഡന്റിഫിക്കേഷൻ അതോറിറ്റി ഓഫ് ഇന്ത്യ വരുന്നത്. പക്ഷേ ഈ യുണീക്ക് ഐഡന്റിഫിക്കേഷൻ അതോറിറ്റി ഓഫ് ഇന്ത്യക്ക് പഴയ ഒരു ഹിസ്റ്ററി ഉണ്ട്. യുണീക്ക് ഐഡന്റിഫിക്കേഷൻ അതോറിറ്റി ഓഫ് ഇന്ത്യ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത് 2009 ഓൾമോസ്റ്റ് 2008 ഇങ്ങനെ ഒരു യുണീക്ക് ഐഡന്റിഫിക്കേഷൻ അതോറിറ്റി എന്ന് പറയുന്ന ഒരു കാര്യം വേണം എന്ന് നമ്മൾ തീരുമാനിച്ചിട്ട് 2009 ഇത് ഇഷ്യൂ ചെയ്യുന്നത്. നമ്മളുടെ നാഷണൽ ഇ ഗവർണൻസ് പ്ലാൻ, നമ്മളുടെ ഇ ഗവർണൻസിന് വേണ്ടിയിട്ട് നമുക്കൊരു പ്ലാൻ ഉണ്ട്. 2006 ഈ ഒരു പ്ലാൻ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. സോ അതുമായി ബന്ധപ്പെട്ടിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? നമ്മൾ യുണീക്ക് ഐഡന്റിഫിക്കേഷൻ അതോറിറ്റി ഓഫ് ഇന്ത്യ എന്ന് പറഞ്ഞൊരു സംഘടന നമ്മൾ രൂപീകരിക്കുന്നത്. അതൊരു സ്റ്റാറ്റ്യൂട്ടറി ഓർഗനൈസേഷൻ ഒന്നും ആയിരുന്നില്ല. അത് ജസ്റ്റ് ഒരു എക്സിക്യൂട്ടീവ് ഓർഡർ ഉള്ള ഒരു ഓർഗനൈസേഷൻ മാത്രമായിരുന്നു. ഓക്കെ, ദെൻ ഇപ്പോൾ 2009 ആധാർ യുണീക്ക് ഐഡന്റിഫിക്കേഷൻ അതോറിറ്റി രൂപീകരിക്കുന്നു. എന്തിന്റെ ബേസിൽ? നാഷണൽ ഇ ഗവർണൻസ് പ്ലാനുമായി ബന്ധപ്പെട്ടിട്ടാണ് 2009 നമ്മൾ ഇങ്ങനെ ഒരു സാധനം രൂപീകരിക്കുന്നത്. ദെൻ 2014 മോദിജി അധികാരത്തിൽ വരുന്നു. ഇന്ത്യയിലെ എല്ലാ ആളുകൾക്കും വേണ്ടിയിട്ട് ഒരു ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള ഒരു ID കാർഡ് നമ്മൾ വേണമെന്ന് തീരുമാനിക്കുന്നു. അത് പ്രകാരം ആധാർ ആക്ട് 2016 വരുന്നു. ആധാർ ആക്ട് 2016 വരുന്നു. അവിടെ നമ്മൾ എന്ത് ക്രിയേറ്റ് ചെയ്തു? നമ്മളുടെ ഈ യുണീക്ക് ഐഡന്റിഫിക്കേഷൻ അതോറിറ്റി എന്ന് പറയുന്ന എക്സിക്യൂട്ടീവ് ബോഡിയെ നമ്മൾ ഒരു സ്റ്റാറ്റ്യൂട്ടറി ബോഡി ആയിട്ട് റീപ്ലേസ് ചെയ്യുന്നു, അല്ലെങ്കിൽ പുനർവിചിന്തനം ചെയ്യുന്നു. അപ്പൊ എന്താ സംഭവിച്ചേ? അതൊരു എക്സിക്യൂട്ടീവ് ബോഡി ആയിരുന്നു 2016 വരെ. അതൊരു സ്റ്റാറ്റ്യൂട്ടറി ബോഡി ആയിട്ട് 2016 ആധാർ ആക്ടിന്റെ അണ്ടറിൽ ഫോം ചെയ്യുന്നു. പലർക്കും ഈ ഒരു ഹിസ്റ്ററി അറിയാൻ പാടില്ല. അവര് യുണീക്ക് ഐഡന്റിഫിക്കേഷൻ അതോറിറ്റി എന്നാണ് എസ്റ്റാബ്ലിഷ് ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓടിപ്പോയിട്ട് 2016 ഒരു ക്ലിക്ക് ചെയ്യും. ഓക്കെ, സോ അത് തെറ്റാനായിട്ടുള്ള ഒരു കാരണമാണ്. ദെൻ ആർക്ക് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും ആധാർ കാർഡ്? ആധാർ കാർഡ് ഇന്ത്യൻസിന് മാത്രം അപ്ലൈ ചെയ്യാനായിട്ട് പറ്റുള്ളൂ, അല്ലെങ്കിൽ ഇന്ത്യക്കാരനായിട്ടുള്ള ഒരാൾക്ക് മാത്രം ഇത് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അല്ല, ആധാർ കാർഡ് ഇന്ത്യയിൽ റിസൈഡ് ചെയ്യുന്ന ഫോറിനേഴ്സിന് പോലും അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും. അവരുടെ ഐഡന്റിറ്റിയുടെ ഒരു പ്രൂഫ് കാണിക്കുക എന്നുള്ളതാണ്. അവരാരാണ്? നമ്മളുടെ ബയോമെട്രിക്സ് എടുക്കും, ദെൻ ഐറിസിന്റെ മെട്രിക്സ് എടുക്കും, അങ്ങനെ ഡിഫറെന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ഗവൺമെന്റ് എടുക്കും. ദെൻ എന്തിനു വേണ്ടിയിട്ടാണ് ഇത് കുറച്ചും കൂടി നമ്മൾ ക്രിയേറ്റ് ചെയ്തത്? ഞാൻ പറഞ്ഞു, ഇ ഗവർണൻസിന്റെ പ്ലാൻ ആയിട്ടാണ്. ഇ ഗവർണൻസിന്റെ ലക്ഷ്യം എന്താണ്? ബെറ്റർ സർവീസ് ഡെലിവറി. അല്ലാണ്ട് ഇത് വെച്ച് ഇങ്ങനെ നോക്കിയിട്ട് നിങ്ങൾ ഇന്ത്യയുടെ സിറ്റിസൺ അല്ല, നിങ്ങൾ ബംഗ്ലാദേശുകാരനാണ് അല്ലെങ്കിൽ ബീഹാറുകാരനല്ല എന്നൊക്കെ പറഞ്ഞ് നമുക്ക് ഒഴിവാക്കാനായിട്ട് ആധാറിന്റെ ബേസിസിൽ പറ്റില്ല. ഓക്കെ, ആധാറിന്റെ ബേസിസിൽ പറ്റില്ല. ഓക്കെ, സോ ആധാർ എന്താണെന്ന് ക്ലിയർ ആയല്ലോ. യുണീക്ക് ഐഡന്റിഫിക്കേഷൻ അതോറിറ്റി ഓഫ് ഇന്ത്യ എന്താണെന്ന് മനസ്സിലായല്ലോ. ദെൻ ഒരു കാര്യം കൂടി, ആധാറുമായി ബന്ധപ്പെട്ട് ഒരു ഫേമസ് കേസ് ലോ ഉണ്ട്. നിങ്ങൾ എല്ലാവർക്കും അറിയാവുന്ന, എന്നാൽ നിങ്ങൾ ആധാറുമായിട്ട് കണക്ട് ചെയ്യാത്ത, ഹിസ്റ്ററി അറിയില്ല എങ്കിൽ ആധാറുമായിട്ട് കണക്ട് ചെയ്യാത്ത ഒരു കേസ് ലോയാണ്. ഏതാണ്? NK പുട്ടസ്വാമി വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ കേസ്. NK പുട്ടസ്വാമി വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ കേസ്, ഫേമസ്ലി നോൺ ആസ് ദ പ്രൈവസിയുമായി ബന്ധപ്പെട്ടിട്ടാണ് നമ്മൾ ഈ ഒരു കേസ് ലോ കേട്ടിരിക്കുന്നത്. അതായത് ആർട്ടിക്കിൾ 21 ഫണ്ടമെന്റൽ റൈറ്റില് നമ്മൾ പ്രൈവസി എന്ന് പറയുന്ന ഒരു കാര്യം ഇൻട്രൊഡ്യൂസ് ചെയ്തു. സോ പ്രൈവസിയെ ഡിഫൈൻ ചെയ്യുന്നത് എന്തിലാണ്? ഈ പുട്ടസ്വാമി ജഡ്ജ്മെന്റിലാണ്, NK പുട്ടസ്വാമിയുടെ കേസിലാണ്. ഇത് നമ്മളുടെ ആധാറിന്റെ വാലിഡിറ്റി, കോൺസ്റ്റിറ്റ്യൂഷണൽ വാലിഡിറ്റി ഓഫ് ആധാർ എൻഷുർ ചെയ്യുന്ന ഒരു കേസ് കൂടിയാണ്. സോ ആധാറുമായി ബന്ധപ്പെട്ടിട്ടാണ് പുട്ടസ്വാമി എവിടേക്ക് പോകുന്നത്? സുപ്രീം കോടതിയിലേക്ക് പോകുന്നത്. അദ്ദേഹം എന്ത് പറഞ്ഞു? സുപ്രീം കോടതി നമ്മളുടെ എന്റെ വിവരങ്ങളൊക്കെ ഗവൺമെന്റ് ശേഖരിച്ചുകൊണ്ടിരിക്കുകയാണ്, ഇവര് ഇത് ദുരുപയോഗം ചെയ്യാനായിട്ട് സാധ്യതയുണ്ട്, എന്റെ പ്രൈവസിയുടെ ലംഘനമാണിത്, അതുകൊണ്ട് ആധാർ അൺകോൺസ്റ്റിറ്റ്യൂഷണൽ ആണെന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ഒരു വിധി പുറപ്പെടുവിക്കണം. നമ്മളുടെ സുപ്രീം കോടതി നോക്കിയപ്പോൾ സുപ്രീം കോടതിക്ക് മനസ്സിലായി പ്രൈവസി എന്ന് പറയുന്നത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. ഇപ്പൊ പുട്ടസ്വാമിയോട് പറഞ്ഞു, മോനെ പുട്ടസ്വാമി, പ്രൈവസിയെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്, ഞങ്ങൾ അതിനെ അംഗീകരിക്കുന്നു. അത് ആർട്ടിക്കിൾ 21 ഫണ്ടമെന്റൽ റൈറ്റ് കൂടിയാണ്. മുന്നേ അങ്ങനെ ആയിരുന്നില്ല. ഒരാളുടെ പ്രൈവസി എന്ന് പറയുന്നത്
നമ്മളുടെ ഫണ്ടമെന്റൽ റൈറ്റ് ആയിട്ട് അംഗീകരിക്കില്ല എന്നൊരു ജഡ്ജ്മെന്റ് ഉണ്ടായിരുന്നു. സോ ആ ജഡ്ജ്മെന്റ് തെറ്റാണ്. പ്രൈവസി എന്ന് പറയുന്നത്, ഒരാളുടെ പ്രൈവസി എന്ന് പറയുന്നത് ആർട്ടിക്കിൾ 21 ഫണ്ടമെന്റൽ റൈറ്റിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പ്രൊവിഷൻ ആണ്. എന്നാൽ നമ്മളുടെ യുണീക്ക് ഐഡന്റിഫിക്കേഷൻ അതോറിറ്റി ഓഫ് ഇന്ത്യ എടുക്കുന്ന നമ്മളുടെ ബയോമെട്രിക്സ് അല്ലെങ്കിൽ ഇൻഡിവിജ്വൽ വിവരങ്ങൾ ഒന്നും അൺകോൺസ്റ്റിറ്റ്യൂഷണൽ അല്ല എന്ന് കൂടിയിട്ട് ആര് പറഞ്ഞു? നമ്മളുടെ പുട്ടസ്വാമി, എൻ കെ പുട്ടസ്വാമി വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ കേസ് 2017 ഒരു 5 അംഗ ബെഞ്ച് വിധി പറയുകയുണ്ടായി. ഓക്കെ, സോ ഇതാണ് നമ്മളുടെ പുട്ടസ്വാമി ജഡ്ജ്മെന്റും നമ്മളുടെ ആധാർ കാർഡുമായിട്ടുള്ള ബന്ധം. അപ്പൊ പലപ്പോഴും നമ്മളിത് മറന്നു പോകുന്നു, എന്തിന്റെ ബേസിസിലാണ് ഈ പുട്ടസ്വാമി ജഡ്ജ്മെന്റ് വന്നതെന്നുള്ളത് നമുക്ക് ചിലപ്പോൾ മനസ്സിലാകാതെ അല്ലെങ്കിൽ നമ്മൾ നോക്കാതെ പോകും. പുട്ടസ്വാമി എന്ന് കേട്ട് കഴിഞ്ഞാൽ നമ്മൾ ഉടനെ പ്രൈവസി മാത്രമല്ല, പ്രൈവസി ആണതിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം. പക്ഷേ ഇവിടെ ആധാറിന്റെ കോൺസ്റ്റിറ്റ്യൂഷണൽ വാലിഡിറ്റി ഉറപ്പുവരുത്തുകയും ചെയ്യുന്ന ഒരു ജഡ്ജ്മെന്റ് ആണ് പുട്ടസ്വാമിയുടെ ജഡ്ജ്മെന്റ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലായോ എന്താണ് പുട്ടസ്വാമി ജഡ്ജ്മെന്റ്, then എന്താണ് യൂണീക്ക് ഐഡന്റിഫിക്കേഷൻ അതോറിറ്റി ഓഫ് ഇന്ത്യ എന്നൊക്കെ പറയുന്നത് മനസ്സിലായല്ലോ. സോ 2009 ആണ്. നാഷണൽ ഇ ഗവർണൻസ് പ്ലാൻസ് 2006. സോ ആ ഒരു ഹിസ്റ്ററി പറഞ്ഞു കഴിഞ്ഞാൽ മാത്രമേ ഇത് പൂർണ്ണമാവുകയുള്ളൂ. നമുക്ക് നെക്സ്റ്റ് ആർട്ടിക്കിളിലേക്ക് പോയി കഴിഞ്ഞാൽ നെക്സ്റ്റ് ആർട്ടിക്കിളും ഒരു ഓപ്പൺ എഡിറ്റോറിയൽ ആണ്. ഇന്ത്യസ് GST 2.0 could undermine dietary health. സോ ഇന്ത്യയുടെ GST 2.0 നമ്മൾ സ്ലാബുകളൊക്കെ എടുത്തു കളഞ്ഞിട്ട് 2 സ്ലാബുകളിലേക്ക് മാത്രം ചുരുക്കിയിട്ടുണ്ട്. ഓക്കെ, 5%ഉം 18%ഉം ഉള്ള 2 സ്ലാബുകളിലേക്ക് മാത്രം ചുരുക്കിയിട്ടുണ്ട്. ദെൻ 40% ലക്ഷറി ആൻഡ് സിൻ ഗുഡ്സുകൾക്ക് വേണ്ടി 40% എന്ന് പറഞ്ഞൊരു സ്ലാബ് കൂടിയിട്ട് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, സോ എന്താണ് ഇവിടെ ഒരു പ്രശ്നമുണ്ട്. നമ്മളുടെ ഫ്രീ ട്രേഡ് എഗ്രിമെന്റ് വിത്ത് UK ബന്ധപ്പെട്ടിട്ട് ഈ ഒരു പ്രോബ്ലം നമ്മൾ അനലൈസ് ചെയ്തിട്ടുണ്ടായിരുന്നു. എന്താണ് ഹൈ ഷുഗർ, ഹൈ ഫാറ്റ്, ഹൈ സോൾട്ട്, HSST, ഹൈ ഫാറ്റ്, ഹൈ ഷുഗർ, ഹൈ സോൾട്ട് കണ്ടന്റ് അടങ്ങുന്ന പല ജങ്ക് ഫുഡുകളും ഈ ഫ്രീ ട്രേഡ് എഗ്രിമെന്റ് പ്രകാരം ഇന്ത്യയിലേക്ക് പമ്പ് ചെയ്യാനായിട്ട് സാധ്യതയുണ്ട്. ഇന്ത്യക്ക് കൃത്യമായിട്ട് ഒരു ലീഗൽ റെസ്ട്രിക്ഷനുകൾ ഇതിനെതിരെ നമുക്ക് ഇല്ല. കാരണം എന്താണ്, നമുക്ക് ലേബലിംഗിൽ നമ്മളിപ്പോഴും ഫോളോ ചെയ്തുകൊണ്ടിരിക്കുന്ന ലേബലിംഗ് പാറ്റേൺ, അതിന്റെ പുറകിൽ നമ്മൾ ഇതിന്റെ വാണിംഗ് എഴുതി കാണിക്കുക എന്നുള്ളതാണ്. ദെൻ നമ്മൾ പ്രപ്പോസ് ചെയ്തിരിക്കുന്നത് 2 കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു. എന്താണ് നമ്മൾ പ്രപ്പോസ് ചെയ്തിരിക്കുന്നത്? ഒരു 5 സ്റ്റാർ റേറ്റിംഗ് മാത്രമാണ്. അല്ലാണ്ട് ഇത് സിംഗപ്പൂരിൽ പോലെ അല്ലെങ്കിൽ UK പോലെയുള്ള സ്ഥലത്ത് 10 ഗ്രാമിൽ കൂടുതലാണെങ്കിൽ അല്ലെങ്കിൽ ഡിറ്റർമൈൻഡ് ലിമിറ്റിൽ കൂടുതലാണെങ്കിൽ അവര് ലേബൽ ഫുള്ള് കളർ ചെയ്യും. സോ കളർ കോഡ് പാറ്റേൺ അല്ല നമ്മൾ ഫോളോ ചെയ്യുന്നത്, പകരം എന്താണ് സ്റ്റാർ പാറ്റേൺ ആണ്. എന്ത് പാറ്റേൺ ആണ്? സ്റ്റാർ പാറ്റേൺ ആണ് ഫോളോ ചെയ്യുന്നത്. സോ അത് കാരണം UK നിന്ന് ഒരുപാട് ജങ്ക് ഫുഡുകൾ, ഹൈ ഫാറ്റ്, ഹൈ ഷുഗർ കണ്ടന്റുകളുള്ള ഫുഡുകൾ ഇന്ത്യയിലേക്ക് പമ്പ് ചെയ്യും. അതൊരു പ്രോബ്ലം ആയിട്ട് നമ്മൾ അനലൈസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു എഡിറ്റോറിയൽ, ഓപ്പൺ എഡിറ്റോറിയൽ തന്നെയാണ് അത് ഡിസ്കസ് ചെയ്തത്. ദെൻ GST ഇംപ്ലിമെന്റ് ചെയ്യുമ്പോൾ മറ്റൊരു ഹ്യൂജ് പ്രോബ്ലം വന്നു. GSTയിൽ നമ്മളുടെ പെപ്സിയുടെയും അല്ലെങ്കിൽ സാച്ചുറേറ്റഡ് നമ്മളുടെ വാട്ടർ ഉണ്ടല്ലോ, അല്ലെങ്കിൽ ഷുഗർ കണ്ടന്റുകൾ ഹൈ ആയിട്ടുള്ള പെപ്സി, കൊക്കക്കോള പോലെയുള്ള സാധനങ്ങളെ നമ്മൾ സിൻ ഗുഡ്സ് ആയിട്ട് ആഡ് ചെയ്തു. 40%ലാണ് നമ്മളുടെ ഒരു GST അവർക്ക് അടിച്ചു കൊടുത്തിരിക്കുന്നത്. ഓക്കെ, പക്ഷേ നമ്മൾ വേറെ പല കാര്യങ്ങൾക്കും, ഫോർ എക്സാമ്പിൾ നമ്മളുടെ പിസ ബ്രെഡ് അല്ലെങ്കിൽ മൈദ പോലെയുള്ള കാര്യങ്ങൾക്ക് എന്ത് ചെയ്തു? നമ്മൾ GST കുറച്ചു. അതായത് 5%, 0% സാധനങ്ങളിൽ 0% എക്സംപ്റ്റഡ് ഗുഡ്സ് ആണ്. ഓക്കെ, GST അവർക്ക് എക്സംപ്റ്റഡ് ആണ്. ഫോർ എക്സാമ്പിൾ നമ്മളുടെ പച്ചക്കറി അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് നമ്മൾ 0% ആണ്. അതുപോലെ മൈദ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾക്ക് 5%ഉം പിസ ബ്രെഡ് പോലെയുള്ള കാര്യങ്ങൾക്ക് 0% എന്തും കൊടുത്തു, GSTയും കൊടുത്തു. ഇത് കാരണം സെയിം പ്രോബ്ലം തന്നെ ഇവിടെ ആവർത്തിക്കാനായിട്ടുള്ളൊരു പ്രശ്നമുണ്ട്. അതാണ് ഇവിടെ ഡയറ്ററി ഹെൽത്തിന്റെ അണ്ടർമൈൻ ചെയ്യുന്നു അല്ലെങ്കിൽ ഡയറ്ററി ഹെൽത്തിന് പ്രോബ്ലം ക്രിയേറ്റ് ചെയ്യുന്നു എന്ന് പറഞ്ഞ് ഈ ഒരു ആർട്ടിക്കിളിൽ അദ്ദേഹം എഴുതിയിരിക്കുന്നത്. ഓക്കെ, സോ നമ്മൾ GST ക്രിയേറ്റ് ചെയ്യുമ്പോൾ കുറച്ചും കൂടി കോംപ്രഹെൻസീവ് ആയിട്ട് അല്ലെങ്കിൽ കുറച്ചും കൂടി ഡിഫറെന്റ് ആംഗിളുകൾ അനലൈസ് ചെയ്തുകൊണ്ട് മാത്രമാണ് നമ്മൾ ടാരിഫുകൾ ഫിക്സ് ചെയ്യേണ്ടത് എന്ന് കൂടിയിട്ട് ഇവിടെ എടുത്തു വെക്കുകയാണ്. സോ വീറ്റിന്, റൈസിന് നമ്മൾ കൊടുക്കുന്ന അതേ
അസെപ്റ്റൻസ് തന്നെ ഇനി മൈദയ്ക്കും അതുമായി ബന്ധപ്പെട്ട ഉൽപാദനങ്ങളുള്ള കാര്യങ്ങൾക്കും വരും. ദെൻ ബിസ്ക്കറ്റുകൾ അടക്കമുള്ള ഹൈ ഷുഗർ കണ്ടന്റുകളുള്ള ബിസ്ക്കറ്റുകൾ അടക്കമുള്ള കാര്യങ്ങൾക്ക് ഇനി വില കുറയും. ദെൻ ലെയ്സ് പോലെയുള്ള സാധനങ്ങൾ, ദെൻ കുർക്കുറെ പോലെയുള്ള സാധനങ്ങൾ കുട്ടികൾ വേഗം വാങ്ങിക്കഴിയുകയും അഡിക്റ്റ് ആയി പോവുകയും ചെയ്യുന്ന കാര്യങ്ങൾക്ക് വില കുറയാനായിട്ടുള്ള സാധ്യതയുണ്ട്, അല്ലെങ്കിൽ ടാക്സിലുള്ള വില കുറയാനായിട്ടുള്ള സാധ്യതയുണ്ട്. അത് കൂടുതൽ അവൈലബിലിറ്റിയും കൂടുതൽ ഡിമാൻഡും ചെയ്യാനായിട്ട് പ്രാപ്തമാക്കും. അതൊരു ഹ്യൂജ് പ്രോബ്ലമാണ്. ഓക്കെ, സോ നമ്മളുടെ മേജർ പ്രോബ്ലം എന്താണ്? ഫുഡ് ലേബലിംഗ് ആണ്. നമ്മൾ അവിടെയും പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മളുടെ ഫ്രീ ട്രേഡ് എഗ്രിമെന്റുമായിട്ടുള്ള ഡിസ്കഷനിലും നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്ത്, ഇന്ത്യയും UK-യും തമ്മിലുള്ള ഈ ജങ്ക് ഫുഡുകൾ നമ്മളുടെ ഇവിടേക്ക് തട്ടുന്നതുമായി ബന്ധപ്പെട്ടിട്ട് നമുക്ക് പ്രധാന കൺസേൺ ഫുഡ് ലേബലിംഗ് ആണ്. നമ്മൾ എന്താണ്, നമ്മൾ സ്റ്റാർ റേറ്റിംഗിലേക്കാണ്. ഒരു 5 സ്റ്റാർ കൊടുത്തിട്ട് നമ്മൾ ഇത്ര പെർസെന്റേജിൽ കൂടുതലാണെങ്കിൽ നമ്മൾ 3 സ്റ്റാർ അല്ലെങ്കിൽ 4 സ്റ്റാർ നമ്മൾ കൊടുക്കും. പക്ഷേ ഇത് ആളുകൾക്ക് മനസ്സിലാകണം എന്നില്ല. സാധാരണ ആളുകൾക്ക് എന്താണ് 4-5 സ്റ്റാർ ഇട്ട് വെച്ചിരിക്കുന്നു. നമ്മൾ ഈ നമ്മളുടെ ഇലക്ട്രോണിക്സ് ഉപകരണങ്ങളൊക്കെ കൊടുക്കുന്ന സ്റ്റാർ റേറ്റിംഗ് തന്നെയാണ് ഇവിടെയും പരീക്ഷിക്കാനായിട്ട് ഉപയോഗിക്കുന്നത്. പക്ഷേ അതിൽ നിന്ന് നമ്മൾ മാറണം. നമ്മൾ കളർ കോഡുകളിലേക്ക് പോകണം എന്ന ഒരു റെക്കമെൻഡേഷൻ ആയിരുന്നു അന്ന് അവിടെ ഓപ്പൺ എഡിറ്റോറിയലിൽ വെച്ചിട്ടുണ്ടായിരുന്നത്. ഇവിടെ ഒരു ഗ്ലോബൽ ബെസ്റ്റ് പ്രാക്ടീസസ് ഞാൻ നിങ്ങൾക്ക് മുന്നിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുകയാണ്. വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷന്റെ SEARO സ്റ്റാൻഡേർഡ്സ് എന്താണ്? സൗത്ത് ഈസ്റ്റ് ഏഷ്യൻ റീജിയനുകൾ, അതായത് വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ പല റീജിയനുകൾക്ക് വേണ്ടിയിട്ടും ഷുഗർ കണ്ടന്റുകളിൽ അല്ലെങ്കിൽ ഫാറ്റ് കണ്ടന്റുകൾ അടങ്ങിയ സാധനങ്ങൾക്ക് വേണ്ടിയിട്ട് എന്ത് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്? സ്റ്റാൻഡേർഡ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. NPM എന്ന് പറയും, ന്യൂട്രിയന്റ് പ്രൊഫൈൽ മോഡൽ. അതായത് യൂറോപ്യൻ യൂണിയനുകൾക്ക് വേണ്ടിയിട്ട്, യൂറോപ്യൻ കൺട്രീസിന് വേണ്ടിയിട്ട് സെപ്പറേറ്റ് ഒരു സ്റ്റാൻഡേർഡ് ഉണ്ട്. ദെൻ സൗത്ത് ഈസ്റ്റ് ഏഷ്യൻ റീജിയന് വേണ്ടിയിട്ട് ന്യൂട്രിയന്റ് പ്രൊഫൈൽ മോഡൽ എന്ന് പറയുന്ന ഒരു മോഡല് ആര് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്? നമ്മളുടെ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ സജസ്റ്റ് ചെയ്തിട്ടുണ്ട്. വേണമെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ ഫോം ചെയ്യാം. ഇതില് ഒരു 18ഓളം കമോഡിറ്റീസ് കാറ്റഗറൈസ് ചെയ്തിട്ടുണ്ട്. അവരുടെ ഫാറ്റുകളുടെയും ഷുഗറുകളുടെയും ബേസിസിൽ ഇതിനെ ഡിഫറെന്റ് ആയിട്ട് കാറ്റഗറൈസ് ചെയ്യുന്നു. സോ നമുക്ക് മെയിൻസ് ആൻസർ റൈറ്റിംഗുകൾ എഴുതുമ്പോൾ എക്സാമ്പിൾ ആയിട്ട് എഴുതാനായിട്ട് പറ്റും. എന്താണ്? നമ്മളുടെ ഈ സ്റ്റാർ റേറ്റിംഗുകളൊക്കെ മാറ്റിയിട്ട് നമ്മൾ എന്തിലേക്ക് മാറണം? ഫ്രണ്ട് ഓഫ് ഒന്ന് നമ്മൾ മുന്നിലേക്ക് കാണിക്കണം. നമ്മളിപ്പോ കൊടുക്കുന്ന ഒരു എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളുടെ പാക്കേജിന്റെ പുറകില്, അതായത് നിങ്ങൾ ഒരു പെപ്സി വാങ്ങിച്ചു കഴിയുമ്പോൾ 40 രൂപയുടെ ഒരു പെപ്സി വാങ്ങിച്ചു, അല്ലെങ്കിൽ 20 രൂപയുടെ ഒരു ലേസ് വാങ്ങിച്ചു, അതില് എത്ര പേർക്ക് സർവ് ചെയ്യാം എന്ന് എഴുതിയിട്ടുണ്ട്. അതായത് ഈ ഒരു ക്വാണ്ടിറ്റി പ്രകാരം 100 ml എത്ര പേർക്ക് സർവ് ചെയ്യാമെന്ന് നമ്മളുടെ ഇൻഗ്രീഡിയൻസിന്റെ ഒക്കെ താഴെയായിട്ട് അവർ എഴുതി വെച്ചിട്ടുണ്ടാവും. കുഞ്ഞക്ഷരത്തിൽ ആർക്കും കാണാനായിട്ട് പറ്റില്ല. അതിൽ നിന്ന് നമ്മൾ മാറണം. കാരണം എന്താണ്? സർവിങ് പെർസെന്റേജ് അല്ല, നമുക്ക് ഇത് ആർക്കൊക്കെ ലിമിറ്റ് ചെയ്യാം എന്നുള്ളൊരു രീതിയിലേക്ക് നമുക്ക് എഴുതാനായിട്ട് പറ്റണം. ഓക്കെ, സോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മളുടെ ഈ ഡിബേറ്റില് ഇന്ത്യസ് ഫ്രണ്ട് ഓഫ് പാക്ക് ഫുഡ് ലേബലിംഗ് എന്ന് പറയുന്ന റൂൾസ് 2023 ഇൻട്രൊഡ്യൂസ് ചെയ്യണം എന്ന് നമ്മൾ വിചാരിച്ചതാണ്. പക്ഷെ അത് പല പ്രശ്നങ്ങൾ കാരണം, പല തൊഴുത്തിൽ കുത്തക കാരണം നമുക്കത് ഫുൾ ഫ്ലെഡ്ജഡ് ആയിട്ട് ഇംപ്ലിമെന്റ് ചെയ്യാനായിട്ട് പറ്റുന്നില്ല. അപ്പൊ നമുക്ക് ഒരു എക്സാമ്പിൾ ആർക്ക് നമ്മളുടെ മെയിൻസ് ആൻസർ റൈറ്റിംഗിൽ എഴുതുമ്പോൾ ഒരു എക്സാമ്പിൾ നമുക്ക് കൊടുക്കാനായിട്ട് സാധിക്കുന്നത് ഏതാണ്? വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ സൗത്ത് ഈസ്റ്റ് ഏഷ്യൻ റീജിയൻ. എന്താണ്? ന്യൂട്രിയന്റ് പ്രൊഫൈൽ മോഡൽ. ഇതൊരു മോഡലാണ്. എന്താണ്? ന്യൂട്രിയന്റിന്റെ പ്രൊഫൈൽ. അപ്പോൾ ന്യൂട്രിയൻസിന്റെ ബേസിസിൽ, ഫാറ്റിന്റെ ബേസിസിൽ, ഷുഗറിന്റെ ബേസിസിൽ, ഇത് മാത്രമല്ല പല ന്യൂട്രിയന്റുകളുടെയും ബേസിസിൽ നമ്മൾ ഒരു 18 കാറ്റഗറീസ് ആയിട്ട് ഡിവൈഡ് ചെയ്യും. സോ ഏതെങ്കിലും ഒരു ഫുഡ് പ്രൊഡക്റ്റ് കൂടുതലായിട്ട് ഇപ്പോൾ ഹൈ ഷുഗർ ആയിട്ടുള്ള ഒരു ഫുഡ് പ്രൊഡക്റ്റ് ആണെങ്കിൽ ഇത് അതിൽ പെട്ടെന്ന് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാനായിട്ടും ദെൻ ഇത് പ്രകാരം നമുക്ക് ലേബലിംഗ് ചെയ്യാനായിട്ട് പറ്റും. സോ കളർ കോഡുകൾ നമുക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാം. കളർ കോഡുകൾ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ട് ഈ ന്യൂട്രിയൻ പ്രൊഫൈൽ മോഡലിന്റെ പുറത്ത് വരുന്ന, അല്ലെങ്കിൽ ന്യൂട്രിയൻ പ്രൊഫൈൽ മോഡലിനേക്കാളും കൂടിയിരിക്കുന്ന ഒരു ഗുഡ്സ് ആണ് നിങ്ങൾക്ക് വരുന്നതെങ്കിൽ എന്ത് പറ്റും? നിങ്ങൾക്ക് അതിനെ മറ്റൊരു കളറിൽ ഐഡന്റിഫൈ ചെയ്യാം. അത് പെട്ടെന്ന് കാണാനായിട്ടും ആളുകൾക്ക് വാങ്ങാതിരിക്കാനായിട്ടും ഉള്ളൊരു ടെൻഡൻസി ക്രിയേറ്റ് ചെയ്യും. സോ ഇതൊരു ബെസ്റ്റ് എക്സാമ്പിൾ ആയിട്ട് നമുക്ക് എഴുതാം. സോ കുറച്ചും കൂടി റിലയബിൾ ആയിട്ടുള്ള ഒരു എക്സാമ്പിൾ ആണ്. നമ്മളിപ്പോൾ UK-യുടെ കാര്യവും സിംഗപ്പൂരിന്റെ കാര്യവും വന്നെടുത്തിട്ടുണ്ടായിരുന്നു.
അത് നമ്മൾ പറഞ്ഞത് ഈ കളർ കോഡുകൾ മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളതാണ്. അതായത് 10 ഗ്രാമിൽ കൂടുതൽ, അതായത് 10 ഗ്രാമിൽ കൂടുതൽ ഷുഗർ കണ്ടന്റുകൾ ഉണ്ടെങ്കിൽ സിംഗപ്പൂരിൽ അഡ്വർടൈസ്മെന്റ് അനുവദിക്കത്തില്ല. ഒന്ന് എടുത്തു നോക്കുക, നമ്മളുടെ പെപ്സിയിൽ എത്ര ഗ്രാമിൽ കൂടുതൽ ഷുഗർ കണ്ടന്റ് ഉണ്ട് എന്നുള്ളത്. പെപ്സിയിൽ ഷാരൂഖ് ഖാൻ വരുന്നു, ഇത് കുടിക്കുന്നു, പെപ്സി കുടിക്കുന്നു, മേരാ ഡണ്ട മേരാ പാനി എന്നൊക്കെ പറഞ്ഞിട്ട് പെപ്സി എടുത്തു കുടിക്കുന്നു. അപ്പോൾ അങ്ങനെയുള്ള പ്രോബ്ലംസ് ആണ് ഇവിടെ അനലൈസ് ചെയ്യാനായിട്ടുള്ളത്. സോ GST നമ്മളൊരു റിഫോംസ് ക്രിയേറ്റ് ചെയ്യാണ്, നമ്മളൊരു എക്കോണമിക് റിഫോംസ് ക്രിയേറ്റ് ചെയ്തിരിക്കുകയാണ്. അത് ഫ്രീ ട്രേഡ് എഗ്രിമെന്റ് ആണെങ്കിലും GST ആണെങ്കിലും നമ്മളൊരു എക്കോണമിയെ പിടിച്ച് മാറ്റുന്ന ഒരു രീതിയിലേക്കുള്ള, എക്കോണമിയെ ഒന്ന് വലുതാക്കുന്ന രീതിയിലും ഒന്ന് റീഫർണിഷ് ചെയ്യുന്ന അല്ലെങ്കിൽ റീ എഞ്ചിനീയറിംഗ് ചെയ്യുന്ന രീതിയിലാണ് നമ്മൾ ഈ റിഫോംസ് എല്ലാം കൊണ്ടുവരുന്നത്. അതിന് ഒരു ഹെൽത്ത് ആംഗിൾ കൂടിയിട്ട് ഇവിടെ നോക്കണം എന്നുള്ളതാണ് ഇദ്ദേഹം ഈ ഒരു ഡിസ്കഷനിൽ പറഞ്ഞു വെച്ചിരിക്കുന്നത്. സോ അലൈനിങ് ഫിസിക്കൽ പോളിസീസ് വിത്ത് പബ്ലിക് ഹെൽത്ത് നമ്മൾ പലപ്പോഴും ചെയ്യാതെ പോകുന്ന ഒരു കാര്യമാണ് ഈ അലൈൻമെന്റ് എന്ന് പറയുന്നത്. സോ അതിന് ഒതുങ്ങുന്ന രീതിയിലുള്ള ഒരു ആർട്ടിക്കിളാണ് ഇന്നത്തെ ഈ ഡിസ്കഷനിൽ വന്നിരിക്കുന്നത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് ഒരു ആർട്ടിക്കിൾ, ഇസ്രായേലി ഫിനാൻസ് മിനിസ്റ്റർ വിസിറ്റ് ഇന്ത്യ. ഇസ്രായേലിന്റെ ഫിനാൻസ് മിനിസ്റ്റർ ഇന്ത്യ വിസിറ്റ് ചെയ്തിരിക്കുകയാണ്. ഇദ്ദേഹത്തിന് കാനഡയിൽ കയറാൻ പറ്റില്ല, ദെൻ വേറെ എവിടെയൊക്കെ ഓസ്ട്രേലിയയിൽ കയറാൻ പറ്റില്ല, പല രാജ്യങ്ങളിലും കയറാൻ പറ്റില്ല ഗാസ യുദ്ധം കാരണം. പക്ഷേ ഇന്ത്യയിൽ വരികയും ഇൻവെസ്റ്റ്മെന്റ് പ്ലാനുകൾ നമ്മുടെ നിർമ്മലാ സീതാരാമനുമായിട്ട് ചർച്ച ചെയ്യുകയും ചെയ്തു. ഓക്കെ, ഈ ഒരു ഡിസ്കഷനിൽ ഞാൻ നമ്മളുടെ എക്സിലൊക്കെ കയറി നോക്കി കഴിഞ്ഞപ്പോൾ 2 ദിവസങ്ങളായിട്ട് നമ്മളുടെ ഇന്റർനാഷണൽ റിലേഷനുമായി ബന്ധപ്പെട്ടിട്ട് നമ്മളുടെ എക്സ്റ്റേണൽ മിനിസ്ട്രി വലിയ മൗനത്തിലാണ്. സോ ഇന്നത്തെ പത്രത്തില് ഇറാന്റെ അംബാസിഡർ ഒരു ആർട്ടിക്കിൾ എഴുതുകയും ചെയ്തിട്ടുണ്ട്. എന്താണ് ആർട്ടിക്കിളിന്റെ സെക്കൻഡ് പാർട്ട് വന്നിരിക്കുന്നത്? എന്താണ്, നമ്മളുടെ പലസ്തീൻ വിഷയവുമായി ബന്ധപ്പെട്ടിട്ടാണ് ആ ആർട്ടിക്കിൾ കൺക്ലൂഡ് ചെയ്യുന്നത്. നിങ്ങൾ ആ ഫസ്റ്റ് ഡിസ്കസ് ചെയ്ത ആർട്ടിക്കിൾ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഓക്കെ, സോ ആ ഒരു അവസരത്തിൽ ആര് നമ്മളുടെ ഇവിടെ ഉണ്ട്? നമ്മുടെ ഇസ്രായേൽ ഫിനാൻസ് മിനിസ്റ്റർ ഇന്ത്യയിലുണ്ട്. അത് കൂടിയിട്ട് നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു വെക്കുക. ഇൻവെസ്റ്റ്മെന്റുകളുടെ കാര്യത്തിൽ ഇസ്രായേൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അയൺ ഡോം, നമ്മളിപ്പോ എന്താണ് ചക്രവ്യൂഹ് എന്നൊക്കെ പറഞ്ഞൊരു സാധനമൊക്കെ ക്രിയേറ്റ് ചെയ്യാനായിട്ട് പോകുന്നുണ്ട്. ദെൻ എന്താണ് നമ്മളുടെ ബറാക്ക് എന്ന് പറഞ്ഞ ഒരു ഇതുണ്ട്. ബറാക്ക് എന്ന് പറഞ്ഞിട്ട് നമുക്കൊരു മിസൈൽ ഉണ്ട്. സോ ബറാക്ക് മിസൈൽ ആരുമായിട്ടാണ് നമ്മൾ കോർഡിനേറ്റ് ചെയ്തിരിക്കുന്നത്? ഇസ്രായേൽ ഫോഴ്സുമായിട്ടാണ് ബറാക്ക് മിസൈൽസ് നമ്മൾ കോർഡിനേറ്റ് ചെയ്തിരിക്കുന്നത്. സോ ഇൻവെസ്റ്റ്മെന്റ് കാര്യത്തിൽ, ദെൻ അഗ്രികൾച്ചറൽ ടെക്നോളജിയിലുള്ള ഇൻവെസ്റ്റ്മെന്റ്, ഇസ്രായേൽ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഹൈ പ്രൊഡക്ടിവിറ്റി ഉള്ള ഒരു കൺട്രിയാണ്. നമ്മളുടെ കൂടുതൽ ടെക്നോളജി യൂസ് ചെയ്തുകൊണ്ട് നമ്മളുടെ അഗ്രികൾച്ചറൽ സെക്ടറിൽ ഹൈ പ്രൊഡക്ടിവിറ്റി ഇൻക്രീസ് ചെയ്തൊരു രാജ്യമാണ് ഇസ്രായേൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. സോ ഇസ്രായേലിന്റെ ആ ഒരു പാതയൊക്കെ നമുക്ക് നമ്മുടെ അഗ്രികൾച്ചറൽ ഇൻവെസ്റ്റ്മെന്റിൽ, ഇന്നലെ നമ്മൾ പറഞ്ഞു ഫോറിൻ ഡയറക്ട് ഇൻവെസ്റ്റ്മെന്റ് അഗ്രികൾച്ചറിലേക്കൊന്നും വരുന്നില്ല. സോ ഇൻവെസ്റ്റ്മെന്റ് ട്രീറ്റുകൾ വെക്കുമ്പോൾ, ഇനി ഇസ്രായേലുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് വെക്കുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാനായിട്ട് സാധിക്കും? ഈ അഗ്രികൾച്ചറൽ മേഖലയിൽ ഇൻവെസ്റ്റ്മെന്റുകൾ ചെയ്യാനായിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് ചെയ്യാം. നിങ്ങൾ ഓർക്കുന്നുണ്ടോ, കേരളത്തിൽ നിന്ന് അഗ്രികൾച്ചർ ടെക്നോളജിക്കൽ അഗ്രികൾച്ചർ പഠിക്കാനായിട്ട് ആളുകൾ എങ്ങടേക്കാ പോയേ? ഇസ്രായേലിലേക്കാ പോയേ. ഓർക്കുന്നുണ്ടോ നിങ്ങളത്? സോ അവിടെ വെച്ചിട്ട് ഒരാള് ഇറങ്ങി പോവുകയും ആ ഒരു ഗ്രൂപ്പിൽ നിന്ന് പോയിട്ട് അവിടെ മുങ്ങി എന്നൊക്കെ പറഞ്ഞിട്ടൊരു വാർത്തയൊക്കെ പണ്ട് വന്നിട്ടുണ്ടായിരുന്നു. സോ അഗ്രികൾച്ചർ അത്രയും ഇമ്പോർട്ടന്റ് ആയിട്ട് മേക്ക് ചെയ്യുന്ന, അല്ലെങ്കിൽ അഗ്രികൾച്ചർ അത്രയും ടെക്നോളജിക്കലി പ്രൊഡക്റ്റീവ് ആയിട്ട് ചെയ്യുന്ന ഒരു കൺട്രിയാണ് ഇസ്രായേൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. സോ അതിനെ നമുക്ക് ഇന്ത്യക്ക് പഠിക്കാനായിട്ട് സാധിക്കും. ഇന്ത്യയിലെ അഗ്രികൾച്ചറൽ ഇൻവെസ്റ്റ്മെന്റ്, അഗ്രികൾച്ചറൽ ടെക്നോളജിയിലുള്ള ഇൻവെസ്റ്റ്മെന്റുകൾ നടത്താനായിട്ട് ഇസ്രായേലിനെ കൊണ്ട് സാധിക്കും. സോ ഇക്കാര്യങ്ങളൊക്കെ ഇൻവെസ്റ്റ്മെന്റ് പാർട്ടിൽ, ഇൻവെസ്റ്റ്മെന്റ് റിലേഷൻ അല്ലെങ്കിൽ ഇന്റർനാഷണൽ റിലേഷനിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. സോ ആ കാര്യം കൂടി ഒന്ന് ഓർത്തിരിക്കുക. ദെൻ മറ്റൊരു കാര്യമുണ്ട്. മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യൻ ഹോക്കിയാണ്. ഓപ്പൺ എഡിറ്റോറിയൽ വന്നുകൊണ്ടിരിക്കുകയാണ്. ഓപ്പൺ എഡിറ്റോറിയൽ അല്ല, എഡിറ്റോറിയൽ പാർട്ടിൽ ഹിന്ദുവിന്റെ വ്യൂവിൽ വന്നിരിക്കുന്ന ഒരു കാര്യമാണ് നമ്മളുടെ ഹോക്കി ടീമുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നത്. സോ കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് അല്ലെങ്കിൽ 2 വർഷങ്ങളായിട്ട് എന്താണ് സ്പോർട്സ് റിലേറ്റഡ് ആയിട്ട് ഒരു ക്വസ്റ്റ്യൻ കണ്ടുവരുന്നുണ്ട്. സോ ഈ കാര്യം നിങ്ങളൊന്ന് മനസ്സിലാക്കി വെച്ചിരിക്കുക. എന്താണ്, ഇന്ത്യൻ ഹോക്കി എന്ന് പറയുന്നത് നമുക്ക് ഏറ്റവും അഭിമാനകരമായിട്ടുള്ള നേട്ടങ്ങൾ കൈവരിച്ചിരിക്കുന്ന ഒരു ടീമാണ്. ഓക്കെ, സോ പ്രീ ഇൻഡിപെൻഡന്റ് പീരീഡ് തുടങ്ങി ഇന്ത്യൻ ഹോക്കി എന്ന് പറയുന്നത് ഇന്ത്യയുടെ അഭിമാനമായിട്ടുള്ളൊരു ഗെയിമാണ്. നമ്മൾ അൺഒഫീഷ്യലി ഇന്ത്യയുടെ ഒഫീഷ്യൽ ഗെയിം എന്നൊക്കെ പറയുമെങ്കിലും ഒഫീഷ്യൽ ഗെയിം എന്ന് പറഞ്ഞിട്ട് നമ്മളൊരു പേപ്പറിൽ ഇതിനെ അച്ചടിച്ചു വെച്ചിട്ടൊന്നുമില്ല. സോ ആ കാര്യം തെറ്റാണ്. ഇന്ത്യയുടെ ഒഫീഷ്യൽ, ഇന്ത്യയുടെ ദേശീയ ഗെയിം എന്ന് പറയുന്നത് ഹോക്കിയാണ്. അങ്ങനെ ഒന്നും പറഞ്ഞിട്ടില്ല.
എവിടെയാണ് ഹോക്കിയാണെന്ന് എഴുതി വെച്ചിരിക്കുന്നത് ഇന്ത്യയുടെ ഒഫീഷ്യൽ ഗെയിം. പക്ഷേ പണ്ട് മുതലേ നമ്മൾ ഹോക്കിക്ക് സപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മളെ ഗല്ലികളാണെങ്കിലും നമ്മളുടെ പ്രധാനപ്പെട്ട ഏരിയാസ് അല്ലെങ്കിൽ എല്ലാത്തിലും ഹോക്കി ഒരു പ്രൊമിനന്റ് ആയിട്ട് കളിച്ചുകൊണ്ടിരുന്ന ഒരു ഗെയിമാണ്. അപ്പോ ഇവിടെ ഈ കഴിഞ്ഞ ദിവസം നമ്മൾ അല്ലെങ്കിൽ ഈ വർഷം നമ്മൾ എന്ത് ചെയ്തു എന്ന് വെച്ചാൽ ഏഷ്യൻ ഗെയിംസിലും ഏഷ്യൻ ചാമ്പ്യൻസ് ട്രോഫിയിലും ഏഷ്യ കപ്പിലും ഏഷ്യൻ ഗെയിംസിൽ ഏഷ്യ ചാമ്പ്യൻഷിപ്പ് ട്രോഫിയിൽ ഏഷ്യൻ കപ്പിലും എന്ത് ചെയ്തു? ഇന്ത്യയുടെ മെൻസ് ടീം ഹോക്കി മെൻസ് ടീംസ് കപ്പ് ഉയർത്തിയിരിക്കുകയാണ്. സോ ഈ മൂന്ന് കാര്യങ്ങളിലും ചിലപ്പോൾ അതൊരു സ്റ്റേറ്റ്മെന്റ് ആയിട്ട് വരാനായിട്ട് സാധ്യതയുള്ളതായിട്ട് എനിക്ക് തോന്നി. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു ഡിസ്കഷൻ ഈ ഒരു ഡിസ്കഷൻ കേൾക്കുക, അത് മറന്നേക്കുക. ഇനി എപ്പോഴെങ്കിലും ഒരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ മാത്രം നിങ്ങൾ ഒന്ന് ഓർക്കുക. മൂന്ന് കാര്യങ്ങളിൽ ഏഷ്യൻ ഗെയിംസ്, ഏഷ്യൻ ചാമ്പ്യൻഷിപ്പ് ട്രോഫി, ദെൻ ഏഷ്യ കപ്പിൽ. സോ അങ്ങനെ മൂന്ന് രീതിയിലും ലാഭം അല്ലെങ്കിൽ മൂന്ന് രീതിയിലും കപ്പ് ഉയർത്തുന്ന, മൂന്ന് ഫോമാറ്റുകളിലും കപ്പ് ഉയർത്തുന്ന ഒരു രാജ്യമാണ്, ഒരു ഏക രാജ്യമായിട്ട് ഇന്ത്യ മാറിയിരിക്കുകയാണ്. സോ അത് ഒന്ന് നിങ്ങളോടൊന്ന് ഷെയർ ചെയ്യണം എന്ന് തോന്നി. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു ഡിസ്കഷൻ കൂടി ഇൻക്ലൂഡ് ചെയ്തത്. ഓക്കെ, സോ ഇന്നത്തെ ഡിസ്കഷൻ ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഡീറ്റെയിൽ ആയിട്ട് തന്നെ നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നു.